ഹായ് ഹലോ. ഇന്നത്തെ എന്റെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞോളട്ടെ. എന്റെ ഈ ചാനൽ ഒരു പുതിയ ചാനലാണ് കേട്ടോ. ഇതിനു മുൻപ് എനിക്ക് മറ്റൊരു ചാനൽ ഉണ്ടായിരുന്നു, ബോസം ബ്ലോഗ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ പലർക്കും എന്നെ പരിചയം കാണും. ആ ഒരു ചാനൽ ഉണ്ടായിരുന്നുകൊണ്ട് അപ്പൊ എന്റെ ആ ചാനൽ ഡിസേബിൾ ആയിപ്പോയി. കാര്യം അവര് പറഞ്ഞ കോപ്പിറൈറ്റ് എന്നാണ് പറയുന്നത്. പിന്നെ അത് ഞാൻ വീണ്ടെടുക്കാനുള്ള പണികളൊന്നും ചെയ്തില്ല കേട്ടോ. നമുക്കറിയാം, ഒരു ചാനൽ നല്ല രീതിയിൽ ആക്കിക്കൊണ്ട് വരണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഉറക്കളിച്ചൊക്കെ ഇരുന്നാണ് നമ്മൾ പലരും കഷ്ടപ്പെട്ടാണ് ഒരു ചാനലിനെ വളർത്തിക്കൊണ്ട് വരുന്നത്. എനിക്ക് നല്ല വ്യൂസ് ഉണ്ടായിരുന്നു, അതുപോലെ മോണിറ്റൈസേഷൻ ആയ ഒരു ചാനലായിരുന്നു. അപ്പൊ അത് പോവാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. അപ്പൊ ഞാൻ വിട്ടുകൊടുക്കുന്നില്ല എന്ന് കണ്ടു പുതിയൊരു ചാനൽ തുടങ്ങാമെന്ന് വിചാരിച്ചു. എന്റെ ചാനൽ പോയത് കോപ്പിറൈറ്റ് ആണ്. കാരണം എന്താന്ന് വെച്ചാല്, എനിക്കൊരു കുട്ടി ചാനലൂടെ ഉണ്ടായിരുന്നു, ഒരു ഏവിയറിയുടെ ഭാഗമായിട്ട്. അപ്പൊ ഞാൻ അത് വർക്ക് ചെയ്യിപ്പിക്കാതിരുന്നപ്പോ, അതങ്ങനെ ചെയ്യാതൊക്കെ വീഡിയോസ് ചെയ്യാതിരുന്നപ്പോ അതിലെ കുറച്ച് വീഡിയോസ് ഒക്കെ ഞാൻ ഇതിലേക്ക് ഇട്ടു. പൊട്ടുതരം കാണിച്ചതാണ്, എനിക്ക് അത്രയും അറിഞ്ഞുകൂടായിരുന്നു. അത് കാരണം കോപ്പിറൈറ്റ് നേരെ ആ ചാനലിനെ ഞാൻ കളയാണ് ചെയ്ത്. അപ്പൊ ഞാൻ ഓർത്ത് വിട്ടുകൊടുക്കുന്നില്ല, വീണ്ടും ഞാൻ ഒരു ചാനലിലൂടെ തുടങ്ങാം. അപ്പൊ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം. അതാണ് ഞാൻ ആദ്യ വീഡിയോയിലേക്ക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ നിങ്ങൾ ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ഇന്നത്തെ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പൊ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ വീണ്ടും ഇത് പറയാനുള്ള കാരണം, എന്റെ പഴയ ചാനലില് ഞാൻ ഇങ്ങനെ ഓരോ തവണയും പറയും, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നുണ്ടല്ലോ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആൾക്കാരും ചിലർക്കൊന്നും അറിഞ്ഞുകൂടല്ലോ, പ്രായമുള്ളവർക്കൊക്കെ. അവര് വീണ്ടും ഈ സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടനെ വീണ്ടും ഒന്നുകൂടെ പ്രസ് ചെയ്യുമായിരുന്നു. അത് പലരും പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആദ്യം തന്നെ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്തേക്കണേ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്നുള്ളത് ഞാൻ പറയാം. നമ്മൾ ഈ സാധാരണക്കാരായിട്ടുള്ള ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്കൊക്കെ പ്രയോജനപ്പെട്ട ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. കാര്യം നമുക്കറിയാം, പുതിയ തലമുറകളെല്ലാം വാക്സ് ചെയ്യാറുണ്ട്, ഹെയർ റിമൂവ് ചെയ്യാറുണ്ട്. അപ്പം മിക്കവാറും വാക്സ് ഒക്കെ പെയിൻ ഉള്ളതാണ് അല്ലെ. പെയിൻലെസ് ആയിട്ടുള്ള ഒത്തിരി ക്രീമുകളൊക്കെ ഇപ്പൊ കിട്ടാറുണ്ട്. പക്ഷെ നമുക്കറിയാൻ പറ്റത്തില്ല, ആ ക്രീമൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലും അലർജി ഉണ്ടാകുമോ അറിയാൻ പറ്റത്തില്ല. കാര്യം പലരും പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ചെയ്തതിന് ശേഷം കൈയൊക്കെ ഇങ്ങനെ പാട് വരുന്നുണ്ട്, അത് ചൊറിച്ചിൽ വരുന്നുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇതൊന്നും വരാത്ത രീതിയിൽ എൻ്റെ ഒരു വാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമുണ്ട്. അതിന്ന് ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുവാണ്. നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് സാധാരണ ഓൺലൈൻ വഴിയൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ് കേട്ടോ. ഇതാണ് ആ സാധനം. ഹെയർ റിമൂവ് ചെയ്യുന്നതിന് പറ്റിയ ഒരു സാധനമാണ്. ഒരു പെയിനും ഇല്ല. എനിക്ക് പറഞ്ഞുകൂടാ ഇതെങ്ങനെയാണ് ഹെയർ റിമൂവ് ആയി പോകുന്നതെന്ന് കേട്ടോ. ഒരു പെയിൻ ഇല്ല, ഒരു അലർജി ഇല്ല. മാത്രമല്ല, നമ്മുടെ കാലിലും കയ്യിലും ഒക്കെ ഡെഡ് സ്കിൻ ഉണ്ടെന്ന് വരി അതുവരെ പോകാവുന്ന ഒരു സാധനമാണിത്. ഇതിന്റെ പേരെന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ശരിക്കും ഇപ്ലിലേറ്റർ എന്നാണ് ഇതിന്റെ പേര് കിടക്കുന്നത്. ഇത് ഞാൻ ടെമുവിൽ നിന്നാണ് വാങ്ങിച്ചത് കേട്ടോ. നമുക്ക് സാധാരണ മിക്കവാറും അല്ലാതെ ഓൺലൈൻ വഴിയൊക്കെ കിട്ടും, ഫ്ലിപ്കാർട്ടിലൊക്കെ കിട്ടുമെന്നാ തോന്നുന്നത് കേട്ടോ. ഫ്ലിപ്കാർട്ടിലൊക്കെ കണ്ടേക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും വഴി എങ്ങനെയെങ്കിലും ഇങ്ങനെ ഒരു സാധനം കാണുവാണെങ്കിൽ നിങ്ങളിത് വാങ്ങണം. അതിനുവേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ കാണിച്ചത് എന്റെ കയ്യിൽ ഞാൻ ഒന്ന് ചെയ്താണ്, എന്നാലും കാണാമല്ലോ ഹെയർ ഉണ്ട്. അപ്പൊ ഒരു കാര്യമില്ല, ഒരു പ്രയാസവും ഇല്ല കേട്ടോ. നിങ്ങളിതാ ഇങ്ങനെ വെറുതെ ഒന്ന് വെക്കുക, ഒരു പെയിനും ഇല്ല, ഒന്നുമില്ല. ഇങ്ങനെ ഒന്ന് വെക്കുക. അഥവാ നിങ്ങൾ ഇങ്ങനെ ആദ്യം ഒന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഹെയർ റിമൂവ് ആവുന്നില്ലെന്ന് വരില് കൈ ഒന്ന് വെറ്റാക്കുക. ഇത്രയും ഭാഗമാണ് ഞാനിപ്പൊ ചെയ്തത്. കൈ ഒന്ന് ചെറുതായിട്ട് വെറ്റാക്കുക. വെറ്റാക്കിയതിന് ശേഷം ഇങ്ങനെ ചെയ്യുവാൻ ഞാൻ കാണിച്ചു തരാം. എന്താ, ഞാൻ ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഒത്തിരി വെള്ളമൊന്നും തൊട്ടില്ല, ചെറിയതായിട്ട്. എന്നിട്ട് നിങ്ങൾക്ക് കാണാമോ നിർത്തില്ല, ഞാനിത് ചെയ്തതിന് ശേഷം നിങ്ങളെ കാണിക്കാം. ഒരു പെയിനും ഇല്ല കേട്ടോ. ഒത്തിരി ഇതായിട്ട് പ്രസ് ചെയ്തൊന്നും വെക്കേണ്ട കാര്യമില്ല. ഞാൻ ചെയ്തതിന് ശേഷം നിങ്ങളെ കാണിച്ചു തരാം. കണ്ടോ, നിങ്ങൾക്ക് കാണാമോ ഈ ഭാഗം? ഈ ഭാഗത്തെ ഹെയർ മുഴുവൻ റിമൂവ് ആയിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ ഇത് എങ്ങനെയാ പോകുന്നത്. നമ്മുടെ കയ്യിലെ ഡെഡ് സ്കിൻ ആയാലും പോകും, ഈ ഹെയറും പോകുന്നുണ്ട് നല്ലതുപോലെ. ഇതിലൊന്നും ഒരു ബ്ലേഡ് ആയിട്ടൊന്നും ഇല്ല കേട്ടോ. കാണാമല്ലോ, ബ്ലേഡും ഒന്നും ഇല്ല. ഇത് നമ്മൾ തൊടുമ്പോ ഒരു ചെറിയ റഫായിട്ടൊന്ന് ഏകദേശം ഒന്ന് ഫീൽ ചെയ്യുന്നുണ്ട്, അതേ ഉള്ളൂ. പക്ഷെങ്കിൽ നല്ലൊരു ഹെയർ റിമൂവർ ആണ് ഇത്. കുറെ കഴിഞ്ഞതിന് ശേഷമേ പിന്നെ നമുക്ക് ഇവിടെ ഒരു ഹെയർ ഇവിടെ കിളുത്ത് വരുത്തുള്ളൂ കേട്ടോ. പെയിൻ ഇല്ല. ഇത് ചെയ്തതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് ഒരു ക്രീം ഇട്ട്, എന്തെങ്കിലും ഒരു ക്രീം ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് വിട്ടാൽ മാത്രം മതി. അപ്പൊ ഞാൻ അതിനു വേണ്ടിയാണ് ഇന്ന് ഈ ഒരു കുട്ടി വീഡിയോ. ശരിക്കും
ഈ വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയല്ലായിരുന്നു, ഞാൻ എന്റെ പുതിയ ചാനലാണല്ലോ, ആദ്യത്തെ വീഡിയോ ആണല്ലോ, അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ പറയാൻ മാത്രമായിട്ട് തുടങ്ങിയ ഒരു വീഡിയോ ആണ് ഇന്ന് തുടക്കമിട്ടത്. അപ്പോഴാണ് വിചാരിച്ച് ഇതിനെ കുറിച്ചുകൂടെ ഒന്ന് പറഞ്ഞു തരാമെന്ന്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സാധനം എവിടെയെങ്കിലും കണ്ടാൽ, ഓൺലൈൻ വഴി കണ്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും വാങ്ങുക, വാങ്ങിയത് യൂസ് ചെയ്യുക. ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർക്ക്, ഇപ്പോഴത്തെ പുതിയ തലമുറയിലുള്ള എല്ലാവരും ഹെയർ റിമൂവ് ചെയ്യുന്നവർ തന്നെയാണ്, അപ്പൊ അവർക്ക് ഏറ്റവും പ്രയോജനപ്പെട്ട ഒരു സാധനമാണ്. ഹെയർ റിമൂവർ എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എപ്പിലേറ്റർ, EPILATOR, EPILATOR എന്നാണ് ഇതിന്റെ പേര് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇത് കണ്ടാൽ തീർച്ചയായിട്ടും വാങ്ങുക. അപ്പൊ വീണ്ടും ഞാൻ പുതിയ പുതിയ വീഡിയോയുമായിട്ട് വരും. തീർച്ചയായിട്ടും എന്റെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.